ജീവിതം ഏത് പ്രതിസന്ധികളിൽപ്പെട്ടാലും നാം നമ്മുടെ മനസ്സിനെ പാകപ്പെടുത്തിയെടുക്കുക എന്നതാണ്. എന്താണ് ആ പാകപ്പെടുത്തൽ? നല്ലതും ചീത്തയുമായ അല്ലെങ്കിൽ ചതിയുടെയും വഞ്ചനയുടെയും പിടിയിലകപ്പെട്ടാലും നാം അതിലെങ്ങും അടിപതറാതെ ധീരമായി മുന്നോട്ട് പോകുന്ന ആ കാൽ ചുവടുകൾക്കാണ്. അങ്ങനെ ആ കാൽ ചുവടിൽ നിന്നും കിട്ടുന്ന നോവിൻ്റെ നൊമ്പരങ്ങളെ ഹൃദയത്തിലൂടെ ഏറ്റുവാങ്ങി നമ്മുടെ തലച്ചോറിൽ എത്തപ്പെടണം. അതുവരെ നാം മറ്റ് യാതൊരു തരത്തിലുള്ള പ്രകോപനങ്ങളിൽ പെടുവാനോ മറ്റ് യാതൊരു തരത്തിലുള്ള തീരുമാനങ്ങളും എടുക്കുവാനോ നാം പാടില്ല. അതുപോലെ നാം മുന്നോട്ട് പോകുമ്പോഴാണ് മനസ്സിൻ്റെയും തലച്ചോറിൻ്റെയും പ്രവർത്തനങ്ങളെ നാം ബുദ്ധിപരമായി പ്രയോഗിക്കുക. അങ്ങനെ കാച്ചി കുറുക്കിയെടുക്കുന്ന ആ സ്വഭാവ ശുദ്ധിക്കാണ് പാകപ്പെടുത്തലെന്ന് പറയുന്നത്. ഭൂമിയിൽ വന്നു പിറന്ന എല്ലാ ആത്മീയാചാര്യന്മാരിലും ഈ പാകപ്പെടുത്തിയ സ്വഭാവ ഗുണത്തെ നമുക്ക് കാണാമായിരുന്നു. ആ മഹാത്മാക്കുള്ള ജീവിതം തന്നെയാണ് നാം മാർഗദർശനമായി സ്വീകരിച്ച് മുന്നോട്ടേക്ക് പോകേണ്ടതും. അങ്ങനെ പോകുമ്പോൾ ഒരു പ്രതിസന്ധികൾക്കും നമ്മളെ തളർത്തുവാനാകില്ല.